വീട്ടിൽ കൊണ്ട് കടാ എടാ എഴുതുമില്ല സിനിമയിലെടുത്തടാ. ഓ hello everyone, it's me Bilal and welcome to Beta's Friday. Hi. മാറിപ്പോ പെണ്ണുങ്ങളെ തമ്മിൽ നിൽക്കുന്നത് കണ്ടില്ലേ? എല്ലാവർക്കും എന്നെ മതി. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയും. നിങ്ങളുടെ ഈ കോഴി സ്വഭാവം ഇതുവരെയായിട്ട് മാറിയിട്ടില്ല അല്ലേ? പരസ്പരം മനസ്സിലാക്കുന്ന എല്ലാവരും അതേപോലെ പറയാനുള്ളൂ. ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഒന്ന് നിൽക്കാൻ പറ്റുമോ? ഒരു 2 മിനിറ്റ് ഇല്ല? ശരിയെന്നാ. പിന്നെ ഞാൻ തൊടായിപ്പോയിട്ട് വന്നിരിക്കാന്നല്ലേ? സത്യം പറഞ്ഞതല്ല. നിങ്ങൾക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കിട്ടിയവരുടെ കഥ നമുക്ക് കുറച്ച് കേൾക്കാം. ബാ, തേപ്പ് കിട്ടിയിട്ടുണ്ടോ? തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഒരു ചെറിയൊരു രീതിയിൽ എനിക്ക് അപ്പോഴേ തോന്നി. അറിയപ്പോ എനിക്കായാലും ഉണ്ടായിട്ടുണ്ട്. ആർക്കായാലും ഉണ്ടായിട്ടുണ്ടായി? ഇല്ല, അങ്ങനെയുണ്ട്. ഇല്ല മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഉണ്ട്. ഹായ്. തേപ്പ് കിട്ടിയിട്ടുണ്ടോ? എവിടെ നിന്ന് വെച്ചാൽ ചേട്ടന് നമ്മള് തേപ്പ് ചൈന ഭാഷ പറയുന്നോടാ. തേപ്പ് കിട്ടിയിട്ടുണ്ടോ? അയ്യാ, ഒന്നും അറിയാത്ത ഇള്ളിള്ള കുഞ്ഞു. ഒരനുഭവം ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. സാധാരണ ഇല്ല, അങ്ങനെയൊന്നും. നമ്മളെ സാധാരണ ആൾക്കാരാണ്. അവരോടൊന്നും പറയാനും പറ്റാത്ത നമ്മളെ മനസ്സിലിട്ട് അപ്പൊ തന്നെ പറഞ്ഞു സ്പോട്ടിൽ തീർക്കാം വെച്ചോണ്ടിരിക്കരുത് മനസ്സിലാവും. വിചാരിച്ചു ഓട്ടോ ഒക്കെ തേപ്പിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചു. അല്ല, നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞുകൂടാ. രാഷ്ട്രീയപരമായിട്ടാണ് പണിയിട്ടിട്ടുള്ളത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. പുള്ളി and me was in love and all of a sudden എൻ്റെ അടുത്ത് പറഞ്ഞു ഐ നീഡ് ടൈം, എനിക്ക് ഫാമിലിയായിട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പിന്നെ ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. 3 മാസത്തേക്ക് ബ്രേക്ക് എടുത്തു. ആക്ച്വലി ഞാൻ ഫസ്റ്റ് മന്ത് എനിക്ക് താങ്ങുന്നില്ലായിരുന്നു. സോ ഞാനിങ്ങനെ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല, ഐ ജസ്റ്റ് ട്രൈ ടു ചേഞ്ച് ആൻഡ് ഓൾ. അങ്ങനെ നോക്കി. പക്ഷേങ്കിൽ he was like I'm so done with your own think I can continue this. He was like I'm so done with your own think I can continue this എന്ന് പറഞ്ഞു. പിന്നെ നല്ലൊരു ഇതിലല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മ്യൂച്വൽ ഫ്രണ്ടായിരുന്നു. പുള്ളിക്കാരൻ വഴി എനിക്ക് കിട്ടിയ ഫ്രണ്ടാണ്, ഗേളാണ്, ഞങ്ങൾ കൂട്ടാണ്. സോ ഞാൻ പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. പുള്ളിക്കാരി അവനെ കുറിച്ച് കണ്ടിട്ട് പറയുന്നത് ഓൾ ഓഫ് എ സഡൻ ഷീ ബ്ലോക്ക്ഡ് മീ ആൻഡ് ഓൾ. കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു വി ആർ ഇൻ എ റിലേഷൻ എന്നൊക്കെ പറഞ്ഞു. ഈ ഇടയ്ക്ക് ഒരു ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞു. ടിപ്പിക്കൽ ബ്രേക്കപ്പ്. ടിപ്പിക്കൽ ബ്രേക്കപ്പ്. ബട്ട് ദെൻ ഐ തോട്ട് മേ ബി എൻ്റെ തെറ്റായിരിക്കും എന്ന് വിചാരിച്ചു. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നെ തേച്ചതാണെന്ന്. ചായ കുഞ്ഞമ്മണിന്ന് എന്താ മാമ മക്കളെ തോളിലെന്ത് പറ്റി? തോളൊന്നും പറ്റില്ല. തോന്നിയായിരിക്കും മാമ. എന്താ ചോദിച്ചാ? ചായ ഒന്നും ഇന്ന് ചായല്ലോ മാമ. നമുക്ക് ചായ പിന്നെ രസമാക്കാം. ഇന്ന് നമ്മൾ കുറച്ച് ചുരുളഴിയാത്ത കുറച്ച് തേപ്പ് തള്ളി പിന്നാമ്പുറം തപ്പി ഇറങ്ങിയതാണ്. മാമ തപ്പിട്ടിട്ടുണ്ടോ? ന്യൂസിനോട് പോയി പറഞ്ഞേക്ക് ഒറ്റയാൻ തിരിച്ച് കാട് കയറിയെന്ന്.